തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ഒരു ആളായതുകൊണ്ട് ഈ ആറ്റുകാൽ അമ്പലത്തിൻ്റെ മാഹാത്മ്യവും അമ്മയുടെ ശക്തിയും ഒക്കെ വളരെ നന്നായിട്ട് കുട്ടിക്കാലം മുതൽ അറിയാം. അപ്പോൾ ഈ പൊങ്കാല എനിക്ക് തോന്നുന്നു എനിക്ക് 11-12 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ അമ്മയും മറ്റ് കുടുംബാംഗങ്ങളുമായിട്ട് വന്ന് പൊങ്കാല ഇടാറുണ്ടായിരുന്നു. ഒരു IPS അല്ല സിവിൽ സർവീസ് മോഹം തലേ കയറിയപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ 3 പൊങ്കാല ഇട്ടേക്കാം എന്ന് പ്രാർത്ഥിച്ച ശേഷം 3ാമത്തെ പൊങ്കാല കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. IAS ആയിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മ പറഞ്ഞു IPS മതി, അതാണ് നിനക്ക് ചേരുന്നതെന്ന്. അങ്ങനെ എനിക്ക് IPS കിട്ടി. ഇവിടെ വന്ന് 3 പൊങ്കാല ഇട്ട എനിക്ക് കാര്യം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. വേറെയും അനുഭവമുണ്ട് ഒരുപാട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഞാനുള്ള സമയത്ത് വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് മുടങ്ങാതെ പൊങ്കാല ഇടാറുണ്ട്. ഇവിടെ എല്ലാ പൊങ്കാല ഇടാൻ വരുന്ന എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ സ്വാർത്ഥ താല്പര്യം മാത്രമല്ല എനിക്കുള്ളത്. സമൂഹം നന്നാവണം, സ്ത്രീകളും നന്നാവണം, സ്ത്രീകൾക്ക് സംരക്ഷണം ഉണ്ടാവണം, അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം, എല്ലാവർക്കും നല്ലത് വരണം എന്നാണ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അതെന്താ ഈ പ്രാവശ്യം ഒരുപാട് കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടിയോളം ഭക്തജനങ്ങൾ ഇത് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ കൂടി വരികയാണ്. അങ്ങനെ കൂടി വരട്ടെ, അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് പൊങ്കാല ഇടുന്ന എല്ലാ സഹോദരിമാർക്കും M7 വേണ്ടി എൻ്റെ ആശംസകൾ.